ഇന്ത്യയുടെ 4 മാസങ്ങൾക്ക് ശേഷമുള്ളൊരു മത്സരം വരാൻ പോവുകയാണ്. എഗെയിൻസ്റ്റ് മാൽദീവ്സ് ഷില്ലോങ്ങിൽ വെച്ചിട്ടാണ് മത്സരം നടക്കുന്നത്. AFC ഏഷ്യൻ കപ്പ് ക്വാളിഫയറിന് മുൻപ് നടക്കുന്ന ഒരു ഫ്രണ്ട്ലി മത്സരമാണ് ഇത്. നാളെയാണ് ഈ ഒരു മത്സരം നടക്കാനായിട്ട് പോകുന്നത്. എന്താണെങ്കിലും മാൽദീവ്സ് എന്ന ടീമിനെ പറ്റി നമ്മൾ നോർ ഒപ്പണൻസിൽ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തതാണ്. അപ്പോൾ മാൽദീവ്സിനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ഒരു ആവശ്യകത വരുന്നില്ല. ബംഗ്ലാദേശിനെതിരെ കളിക്കാൻ പോകുന്ന ഒരു സമയത്ത് നമുക്ക് കളിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഒപ്പോണൻ്റാണ് മാൽദീവ്സ് എന്നുള്ളതാണ് നമുക്ക് ഒറ്റ വാക്കിൽ പറയാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു മത്സരത്തിലേക്ക് വരുന്നൊരു സമയത്ത് പറഞ്ഞ പോലെ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. മാത്രമല്ല കഴിഞ്ഞ വർഷത്തിൽ നമുക്ക് ഒരു വിജയം പോലും സ്വന്തമാക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. മനോല വന്നതിന് ശേഷം നമുക്ക് വിജയങ്ങളൊന്നും സ്വന്തമാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഈ വർഷത്തെ ആദ്യത്തെ മത്സരമാണ്. അതൊരു വിജയത്തോടു കൂടി തുടങ്ങാനായി കഴിഞ്ഞാൽ അത് വളരെ നല്ലതായിരിക്കും, പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ. കാരണം ബംഗ്ലാദേശിനെതിരെ നമുക്ക് കുറച്ച് സംടൈംസ് നമ്മൾ സ്ട്രഗിൾ ചെയ്യാറുണ്ട്, ഗോൾ അടിക്കുന്ന കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു വിൻ നേടുന്ന പല മത്സരങ്ങളും ഡ്രോ ആയി പോകുന്ന സിറ്റുവേഷൻസാണ്. ഇപ്പോൾ അവർ ഹംസ ചൗധരിയും പല വിദേശ ഒറിജിൻ പ്ലേയേഴ്സിനെയൊക്കെ ഇറക്കിയിട്ട് ടീം ശക്തമായിട്ട് വരികയാണ്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ മാൽദീവ്സിനെതിരെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഫുട്ബോൾ കളിച്ചിട്ട് ഒരു വിജയമൊക്കെ സ്വന്തമാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു അഡ്വാൻറ്റേജ് ഫാക്ടറായിട്ട് അടുത്തൊരു മത്സരത്തിലേക്ക് വരുമ്പോൾ മാറും എന്നുള്ളതാണ്. ഷില്ലോങ്ങിലേക്ക് വരുന്ന സമയത്ത് ഒരു ടഫായിട്ടുള്ള സാഹചര്യം തന്നെയായിരിക്കും. കാരണം ഇതുവരെ ഇന്ത്യൻ ടീം കളിക്കാത്തൊരു സാഹചര്യത്തിലാണ് വരുന്നത്. ഇപ്പം ISL കുറച്ച് മത്സരങ്ങൾ അവിടെ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാ പ്ലേയേഴ്സിനും അത്ര സുപരിചിതമല്ല. ടഫ് തന്നെയായിരിക്കും സാഹചര്യം. എന്താണെങ്കിലും ബംഗ്ലാദേശിനെതിരെ മത്സരം കളിക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു മത്സരം കിട്ടുന്നു എന്ന് പറയുന്നത് ഒരു നല്ല കാര്യം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു മത്സരം ഞാൻ നേരത്തെ ഒരു പോസിറ്റീവ് ഫുട്ബോൾ കളിച്ചൊരു 3 ഗോൾ ആ ഒരു മാർജിനിലേക്ക് വിജയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ബംഗ്ലാദേശിനെതിരെ നമുക്കതൊരു നല്ല കാര്യം തന്നെയായിരിക്കും. ഇപ്പോൾ ഈ മാച്ചിൻ്റെയൊക്കെ അണ്ടറിലുണ്ടായിരുന്ന ഒരു പ്രധാന പ്രശ്നമാണ് നമ്മൾ ഈ ലോവർ റാങ്കിൽ കിടക്കുന്ന ടീംസിനെതിരെ അവരൊരു ലോ ബ്ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അപ്പം അതെങ്ങനെ ബ്രേക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു മത്സരത്തോട് കൂടിയിട്ടൊരു തീരുമാനത്തിലെത്തിക്കണം. എങ്കിൽ മാത്രമേ ബംഗ്ലാദേശിനും ആ ഒരു പ്രഷർ കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്ക് ഓരോ മത്സരങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. ബംഗ്ലാദേശിനെതിരെയൊക്കെയുള്ള മത്സരം മസ്റ്റ് വിന്നാണ്, പ്രത്യേകിച്ച് ഹോം മാച്ച് കൂടിയാണ്. ഒരേ ഒരു ടീമിന് മാത്രമേ 4 ടീമുള്ള ഗ്രൂപ്പിൽ നിന്ന് AFC ഏഷ്യൻ കപ്പിൻ്റെ ക്വാളിഫയറിലേക്ക് കടക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ ഒരു മത്സരത്തിൽ കൃത്യമായിട്ടൊരു പ്രിപ്പറേഷൻ തന്നെ നടത്തണം എന്നുള്ളതാണ്. ഇനി 11ൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഇപ്പം ഗുർപ്രീത് ഇല്ലാത്ത സാഹചര്യമാണ്. അപ്പം വിശാലിന് ഈ ഒരു മാച്ച് കളിക്കാനുള്ളൊരു അവസരം കിട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ സുനിൽ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ മറ്റൊരു സ്ട്രൈക്കറെ ഈ ഒരു മത്സരത്തിൽ കളിപ്പിച്ച് സുനിലിനെ സെക്കൻഡ് ഹാഫിലേക്ക് ഉപയോഗിക്കുക. അപ്പം നമുക്ക് അടുത്ത മാച്ചിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും ഒരു കൃത്യമായിട്ടുള്ള ധാരണ കിട്ടും ആരെ ഉപയോഗിക്കണം എന്നൊക്കെയുള്ള രീതിയിൽ. എന്താണെങ്കിലും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഒരു 4-3-3 ഫോർമേഷനിലായിരിക്കും ഇറങ്ങുന്നുണ്ടാകുക. ഗോൾ കീപ്പർ എന്ന നിലയിൽ വിശാൽ കേത്ത്, റൈറ്റ് ബാക്കിലേക്ക് വരുമ്പോൾ ബോറിസ് സിംഗ്, ലെഫ്റ്റ് ബാക്കിലേക്ക് വരുമ്പോൾ റോഷൻ സിംഗ്, ആൻഡ് സെൻട്രൽ ബാക്സ് എന്ന നിലയിൽ സന്ദേശ് സിംഗൻ ആൻഡ് ചിംഗ്ലൻ സന സിംഗിനെയാണ് പ്രതീക്ഷിക്കുന്നത്. ഹോൾഡിംഗ് മിഡ്ഫീൽഡേഴ്സ് എന്ന നിലയിൽ അപ്പുയ ആൻഡ് സുരേഷ്, അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്ന നിലയിൽ ബ്രാൻഡൻ ഫെർണാണ്ടസ്. ഒരു റൈറ്റ് വിങ്ങർ എന്ന് പറയുന്ന റോളിലേക്ക് വരുന്ന സമയത്ത് മൻവീർ സിംഗ്, ലെഫ്റ്റിലേക്ക് വരുമ്പോൾ ബ്രൈസൺ ഫെർണാണ്ടസ്, ആൻഡ് ഒരു സെൻട്രൽ ഫോർവേഡ് എന്ന നിലയിലേക്ക് വരുമ്പോൾ ഇർഫാൻ യാദ്വാദ്. ഇങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇർഫാനൊക്കെ എത്രത്തോളം ആ ഒരു ഇതിലേക്ക് വരാൻ സാധിക്കും ആ ഒരു സ്ട്രൈക്കർ പൊസിഷനിൽ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ്. അങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ സെക്കൻഡ് ഹാഫിൽ ഛേത്രിയെ യൂസ് ചെയ്ത് പിന്നെ ആ ഒരു സാഹചര്യം നോക്കിയിട്ട് വേണം അടുത്ത മാച്ചിൽ ആരെ സ്റ്റാർട്ട് ചെയ്യണം ഇങ്ങനെയുള്ള ഒരു ഡിസിഷൻസിലേക്കൊക്കെ പോകാൻ. അല്ലെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കും മനോലയം പോകുന്നുണ്ടാകുക എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ് ഗെയ്സ്. അപ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടട്ടെ എന്നുള്ള കാര്യം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ ഒരു മത്സരത്തെ പറ്റിയിട്ട്? നിങ്ങളുടെ പ്രതീക്ഷകൾ എന്താണെന്നത് കമ്പോസ് ചെയ്യാൻ ഒരു സനിയ